സന്തോഷമില്ലാത്ത പെരുന്നാൾ. രചന തൊയ്യിബ റഷീദ്. അവതരണം റംഷാദ് കേമിലിശ്ശേരി. ഇക്ക, ഈ പെരുന്നാൾക്കും നിങ്ങൾ വരില്ലല്ലേ? കല്യാണം കഴിഞ്ഞ ശേഷം ആകെ ഒരു പെരുന്നാൾ മാത്രമാണ് നിങ്ങളെ കൂടെ ആഘോഷിച്ചത്. നിറ കണ്ണുകളോടെ ഭാര്യ പറഞ്ഞു. എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോളെ, സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. സാരമില്ല, ഇനി നിങ്ങൾ എന്നാ വരിക? ഈ ഗൾഫൊന്നും വേണ്ട, നിങ്ങൾ നാട്ടിൽ വല്ല ജോലിയും ചെയ്ത് നമുക്ക് ജീവിക്കാം. എനിക്കൊന്നും വേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായാൽ മതി. അവൾ അത് പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, നാട്ടിലുള്ളവരൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണ്. നാട്ടിലും ജോലി കുറവാണ്. ഞാൻ ഉടനെ വരും, നീ വിഷമിക്കല്ലേ. അവൻ അതും പറഞ്ഞ് ഫോൺ കട്ടാക്കി. അവൾ ഫോൺ എടുത്ത് അവൻ്റെ കൂടെ ആഘോഷിച്ച ആദ്യ പെരുന്നാൾ ഫോട്ടോ നോക്കി നിന്നു. എന്താണ് നിന്റെ മുഖത്ത് ഒരു വിഷമം? കൂട്ടുകാരൻ അവനോട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടാ. ഭാര്യ വിളിച്ചു. അവളുടെ സങ്കടത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ തോന്നുന്നു. അവളുടെ കൂടെ ആകെ ഒരു പെരുന്നാൾ മാത്രമാണ് ആഘോഷിച്ചത്. എന്താ ചെയ്യുക, എല്ലാം പടച്ചോൻ്റെ വിധി. അവന് അതും പറഞ്ഞ് കണ്ണുകൾ തുടച്ചു. എടാ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നിനക്കറിയോ, ഞാൻ നാട്ടിലേക്ക് പോയിട്ട് 10 വർഷം കഴിഞ്ഞു. പോകാൻ തോന്നുന്നില്ല. കാരണം അവളുടെ സ്വഭാവം കാരണം. നാട്ടിൽ പോയാൽ അവളുടെ ആദ്യത്തെ ചോദ്യം എന്നാ ഇനി പോകുന്നത്. അവൾക്ക് കാശാണ് വലുത്. എന്നാ വരിക എന്ന് ചോദിച്ച് വിളിക്കാറില്ല. അവൾ വിളിക്കും, കാശ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകുന്നത് തന്നെ വെറുപ്പാണ്. നീ ഒരു കാര്യം ചെയ്യേ, ഞാൻ നിനക്ക് നിൻ്റെ പാസ്പോർട്ട് റെഡിയാക്കി തരാം. നീ നാട്ടിലേക്ക് പോയി അവളുടെ കൂടെ പെരുന്നാൾ കൂട്. കൂട്ടുകാരൻ അതും പറഞ്ഞ് ചേർത്ത് പിടിച്ചു. എടാ, നിന്നോടെങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അവനതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് അറബി ഒന്ന് പറഞ്ഞു. 2 ദിവസം ഞാൻ വീട്ടിലുണ്ടാവില്ല, വീടെല്ലാം നോക്കണം. അറബി അത് പറഞ്ഞപ്പോൾ അവൻ നിരാശയോടെ കൂട്ടുകാരൻ നോക്കി. അറബി പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. സാറില്ല, നീ വാ, നമുക്ക് അടുത്ത പെരുന്നാളിന് പോകാം. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു. എത്രയോ പ്രവാസികളുണ്ട് കുടുംബത്തോടൊപ്പം പെരുന്നാൾ കൂടാൻ ആഗ്രഹിക്കുന്നവർ. അവരുടെ ഭാര്യമാർക്കൊക്കെ പെരുന്നാൾ എങ്ങനെ സന്തോഷത്തോടെ ആഘോഷിക്കാൻ കഴിയും? ഏറെക്കുറെ എൻ്റെ അവസ്ഥയും ഇത് തന്നെ. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക.